എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ദിവസങ്ങളായി ഞാൻ നമ്മുടെ ക്ലാസ്സിൽ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നമുക്ക് പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടിന്യൂ വീഡിയോ ഇടാം. അതിന് തൊട്ട് മുന്നേ ആകെ നിങ്ങൾക്ക് 16ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ +1 16ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞു തന്നേക്കാം. അതിനുശേഷം പിന്നീട് വരുന്ന സമയങ്ങളിൽ ബാലൻസ് ടോപ്പിക്കിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹിക നീതിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക് എടുത്തിരിക്കുന്നത്. In China, the famous philosopher Confucius argued that the king should maintain by punishing the wrong, rewarding the good people. ഇപ്പം തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിച്ചുകൊണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല സമ്മാനങ്ങൾ നൽകിക്കൊണ്ടുമാണ് അദ്ദേഹം രാജാക്കന്മാരെ നീതി നിലനിർത്തണം എന്നാണ് ചൈനയിലെ പ്രസിദ്ധ തത്വചിന്തകനായിട്ടുള്ള കൺഫ്യൂഷ്യസ് വാദിച്ച് മുന്നോട്ട് പോകുന്നത്. The Greek political philosopher Plato and Aristotle analyzed the concept of justice. അപ്പം ഗ്രീസിലെ തത്വചിന്തകനായിട്ടുള്ള പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഏറ്റവും കൂടുതലും വിശകലനം ചെയ്തിരിക്കുന്നത് നമ്മുടെ നീതി എന്ന സങ്കല്പത്തെ കുറിച്ചിട്ടാണ് വിശകലനം ചെയ്തിരിക്കുന്നത്. The Plato who lived in the Athens in the 4th BC discussed in detail the various issues of justice in his famous book, The Republic. ഇപ്പം നമുക്ക് BC 4ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ ഏതൻസിലെ പ്ലേറ്റോ എന്ത് ചെയ്തു, തൻ്റെ കൃതിയായിട്ടുള്ള ദ റിപ്പബ്ലിക് എന്ന കൃതിയിലൂടെ നീതിയുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ചർച്ച ചെയ്തിരിക്കുന്നത്. ഇപ്പം ജസ്റ്റിസിൽ ഉണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണോ ആ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പ്ലേറ്റോ തൻ്റെ ദി റിപ്പബ്ലിക് എന്ന് പറയുന്ന ടെക്സ്റ്റിലൂടെ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചൈനയിലെ ഒരു ഫേമസ് ഫിലോസഫർ ആയിരുന്നു കൺഫ്യൂഷ്യസ്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുത്തുകൊണ്ട് നല്ലത് ചെയ്യുന്നവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഗ്രീക്ക് ഫിലോസഫറായിരുന്നു നമ്മുടെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. അവരെല്ലാം തന്നെ അനലൈസ്ഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞു. പിന്നെ പ്ലേറ്റോ തൻ്റെ ദി റിപ്പബ്ലിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ദ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോഴേ അദ്ദേഹം തൻ്റെ ടെക്സ്റ്റിലൂടെ നീതിയുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പ്ലേറ്റോ പ്രസന്റ് ഹിസ് ഐഡിയാസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ജസ്റ്റിസ് സൊസൈറ്റി ഇൻ ദി റിപ്പബ്ലിക്. നീതിപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ പടുതുയർത്തുന്നതിനെ കുറിച്ചിട്ടാണ് തൻ്റെ സങ്കല്പങ്ങളിലൂടെ പ്ലേറ്റോ റിപ്പബ്ലിക്കിൽ അവതരിപ്പിച്ചത്. ഇപ്പം നീതിപൂർവമായിട്ടുള്ള ഒരു സമൂഹത്തെ നല്ല രീതിയിൽ പടുതുയർത്തുക എന്നതാണ് തൻ്റെ റിപ്പബ്ലിക് എന്ന ടെക്സ്റ്റിലൂടെ പ്ലേറ്റോ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്, നീതി എന്ന സങ്കല്പം. The origin of the word justice is from the Latin word jungere, which means bond or tie. The term justice has the various meanings. ബന്ധനം അഥവാ കെട്ട് അല്ലെങ്കിൽ ബോണ്ട് ഓർ ടൈ എന്ന അർത്ഥം വരുന്ന ജംഗറി എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് നീതി എന്ന പദത്തിൻ്റെ ഉത്ഭവം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. നീതി എന്ന പദങ്ങൾക്ക് അല്ലെങ്കിൽ ആ പദങ്ങളല്ല പദത്തിന് ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ദ ജസ്റ്റിസ് ഈസ് റിലേറ്റഡ് ടു ധർമ്മ, ദ ഏൻഷ്യന്റ് ഇന്ത്യൻ കോൺസെപ്റ്റ്. നീതി എപ്പോഴും നമുക്ക് ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. നീതി എപ്പോഴും എന്ത് ചെയ്യുന്നു, ധർമ്മമായിട്ടാണ് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ജസ്റ്റിസ് ഇസ് റിലേറ്റഡ് ടു സോഷ്യൽ സിസ്റ്റം. നീതി അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റോയാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് ഈസ് റിലേറ്റഡ് ടു ദ സോഷ്യൽ സിസ്റ്റം. എപ്പോഴും നമുക്ക് നീതി സാമൂഹിക ക്രമവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് എന്നാണ് ആര് വാദിക്കുന്നത്, പ്ലേറ്റോ വാദിച്ച് മുന്നോട്ട് പോകുന്നത്.
The aim of justice is to ensure the welfare of all people. എല്ലാ ജനങ്ങൾക്കും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ നീതിയുടെ ലക്ഷ്യമാക്കി അദ്ദേഹം കണക്കിലാക്കി മുന്നോട്ട് പോകുന്നത്. The meaning of justice to giving the each person what is due to him. ഓരോ വ്യക്തിക്കും അവരവരർഹിക്കുന്നത് എന്താണോ അത് നൽകുക എന്നതാണ് നമ്മുടെ നീതിയുടെ അർത്ഥം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, the justice is required that each person should be given the equal and due to consideration. എല്ലാവരും അവർ അർഹിക്കുന്ന തുല്യമായിട്ടുള്ള പരിഗണന നൽകണമെന്നാണ് നീതി ആവശ്യപ്പെടുന്നത്. നീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസിനെയാണ് നമ്മൾ നീതി എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. നീതി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേരല്ല, ജസ്റ്റിസിനെ നമ്മൾ നീതി എന്ന് പറയുന്നു. അപ്പം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യത്യസ്ത മേഖലകളിലുള്ള ജനങ്ങളും ഒക്കെ ഉണ്ട്. അവരെ എല്ലാവരെയും ഒരുപോലെ തന്നെ, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള മതങ്ങളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള ജാതികളുണ്ട്. അപ്പം ഇവരെ എല്ലാവരെയും നമ്മൾ ഒരുപോലെ കണക്കാക്കി പോവുക, എല്ലാവർക്കും വേണ്ടുന്ന ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഇദ്ദേഹം വാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. But the justice is required that each person should be given the equal and due to consideration. എല്ലാവരും അവർ അർഹിക്കുന്ന തുല്യമായിട്ടുള്ള പരിഗണന നൽകണമെന്നാണ് ആരാവശ്യപ്പെടുന്നത്? ജസ്റ്റിസ് ആവശ്യപ്പെടുന്നത്. The justice is known as a legal protection. നിയമപരമായിട്ടുള്ള പരിരക്ഷ എന്നും നമ്മൾ നിയമത്തെ വിളിക്കാറുണ്ട്. It uphold the neutrality and personal freedom. അപ്പം നമുക്കൊരു എന്താണ്, നിഷ്പക്ഷമായിട്ട് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയെ ഏറ്റവും കൂടുതലും ഉയർത്തിപ്പിടിക്കുകയാണ് ജസ്റ്റിസ് എന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ നീതി എന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹിക നീതി എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ആരാണ് ആ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്? എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. 1 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. The 3 principles of justice, നീതിയുടെ 3 ധർമ്മങ്ങൾ അല്ലെങ്കിൽ 3 തത്വങ്ങൾ. പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ 3 തത്വങ്ങളാണ്, തത്വങ്ങളെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുന്നത്. The 3 principles of justice, നീതിയുടെ 3 തത്വങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ്, the concept of justice has 3 principles. നീതി എന്ന സങ്കല്പത്തിന് പ്രധാനമായിട്ടും 3 തത്വങ്ങളാണ് ഉള്ളത്. They are equal treatment for equals, തുല്യർക്ക് തുല്യ പരിഗണന നൽകുന്നു. The proportionate justice, ആനുപാതിക നീതി എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. The recognition of special needs, പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ദ ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഈക്വൽസ്. അപ്പം നമ്മൾ ഈ 3 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, ആ 3 ഹെഡിങ്ങുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഓരോ ഹെഡിങ്ങിനെയും നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. അതനുസരിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ച് പോവുക കേട്ടോ. അപ്പം നമുക്ക് ഒന്നാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഈക്വൽസ്, തുല്യർക്ക് തുല്യമായിട്ടുള്ള പരിഗണന നൽകുന്നു. To treat the equals as equal is one of such principles. തുല്യരെ തുല്യരായിട്ട് പരിഗണിക്കുക. It is also known as a numerical concept of justice. സംഖ്യാത്മക നീതി എന്ന പേരിൽ നമ്മൾ ജസ്റ്റിസിനെ അറിയുന്നു. The basis of the principle is equal justice to all. എല്ലാവർക്കും തുല്യനീതി എന്നതാണ് ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനമായിട്ട് കരുതപ്പെട്ടു പോകുന്നത്. The Bentham says that the all person should be considered as equals. എല്ലാവരെയും ഒരുപോലെ കണക്കാക്കപ്പെടണം എന്നാണ് ബെന്താം അഭിപ്രായപ്പെടുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരെയും ഒരുപോലെ തന്നെ കണക്കാക്കപ്പെടണം എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെന്താമാണ്. The all persons have the certain common characteristics, so they deserve the equal right and the equal treatment. മനുഷ്യരെന്ന നിലയിൽ എല്ലാ വ്യക്തികൾക്കും പൊതുവായിട്ടുള്ള ചില സവിശേഷതകൾ നിലനിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും അവർക്ക് എന്താണ്, തുല്യമായിട്ടുള്ള പരിഗണന നമ്മുടെ ജസ്റ്റിസ് നൽകുമെന്നാണ് അല്ലെങ്കിൽ നൽകണമെന്നാണ് ഇവര് വാദിച്ചുകൊണ്ടിരിക്കുന്നത്.
കാര്യം ഒരുപാട് പേര് അപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് എന്താണ് നിലനിന്ന് പോകുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഒരു കാരണവശാലും എന്താണ് എല്ലാവരും ഒരേ സ്വഭാവക്കാരാണോ സമൂഹത്തിലുള്ളവർ? അല്ല. സമൂഹത്തിനനുസരിച്ചും വ്യക്തികളനുസരിച്ചും അവരുടെ സ്വഭാവ രീതികൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയായാലും ഒരു വ്യക്തി ഒരുപോലെ ഇരിക്കുകയല്ല. അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് തുല്യമായിട്ടുള്ള നീതി ഉറപ്പുവരുത്തുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ദ മോസ്റ്റ് ഓഫ് ദ ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഗിവ് ദ പീപ്പിൾ ഈക്വൽ റൈറ്റ്. ലിബറൽ ജനാധിപത്യ രാജ്യങ്ങളിലും ജനങ്ങൾക്ക് തുല്യ അവകാശങ്ങളാണ് നൽകി പോകുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് the civil right such as a right to life, right to liberty and right to property. ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു, സ്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. പൗരാവകാശങ്ങൾ വരെ അതിൽ ഉൾപ്പെടുന്നു. എന്താണ് സിവിൽ റൈറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റൈറ്റ് അല്ലെങ്കിൽ സോഷ്യൽ റൈറ്റ് അല്ലെങ്കിൽ എക്കണോമിക് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരും. അപ്പം ഈ റൈറ്റുകളെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഈ റൈറ്റിൽ നിന്ന് പ്രത്യേകം എടുത്തെഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ നല്ല സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സിവിൽ റൈറ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് ഉണ്ട്, റൈറ്റ് ടു ലിബർട്ടി ഉണ്ട്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ട്. ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഈക്വൽ റൈറ്റ് ഓഫ് ദ പീപ്പിൾ ആൾസോ ഇൻക്ലൂഡഡ് ദ സോഷ്യൽ റൈറ്റ് ലൈക്ക് ദ റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ലൈക്ക് ദ റൈറ്റ് ടു വോട്ട്. അപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോട്ടവകാശം പോലെയുള്ള എല്ലാ റൈറ്റുകളും നമുക്ക് പൊളിറ്റിക്കൽ റൈറ്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന അവസര സമത്വങ്ങൾ പോലത്തുള്ള സാമൂഹിക അവകാശങ്ങളും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാം തന്നെ നമുക്ക് തുല്യ അവകാശമാണെന്ന് പറയാൻ സാധിക്കുന്നു. നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മത്സരിക്കാനുള്ള അവകാശങ്ങളുണ്ട്, അതുപോലെ എന്താണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുറേയേറെ അവകാശങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തുള്ള അവകാശങ്ങളെല്ലാം തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ റൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് ദാറ്റ് പീപ്പിൾ ഷുഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ, റേസ് ഓർ ജെൻഡർ. ജനങ്ങളോട് വർഗം, ജാതി, മതം, വംശം, ലിംഗം എന്നിവയുടെ പേരിൽ എന്താണ് വിവേചനം ഒന്നും തന്നെയും കാണിക്കാൻ പാടില്ല എന്നതാണ് ആരഭിപ്രായപ്പെടുന്നത് നമ്മുടെ നീതിയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹികപരമായിട്ട് എല്ലാവർക്കും ഒരുപോലെ നീതികൾ നടപ്പിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മൾ സോഷ്യൽ ജസ്റ്റിസിന്റെ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ പ്രപ്പോർഷനേറ്റ് ജസ്റ്റിസ്. ദ സെക്കൻഡ് പ്രിൻസിപ്പിൾസ് അബൌട്ട് ദിസ് ജസ്റ്റിസ് ഈസ് പ്രപ്പോർഷനേറ്റ് ജസ്റ്റിസ്. നീതിയെ സംബന്ധിച്ച് നമ്മുടെ രണ്ടാമത്തെ തത്വം എന്ന് വെച്ചാൽ ആനുപാതിക നീതി എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. We have seen that equal treatment is an important principles of justice. തുല്യമായിട്ടുള്ള പരിഗണനയാണ് നമ്മുടെ നീതിയുടെ പ്രധാന തത്വമായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. When through everybody start from the baseline of equal right, it is necessary that every persons should be rewarded the proportionate to their talent and contributions. അപ്പം എല്ലാവരുടെയും തുല്യ അവകാശങ്ങളും അതുപോലെയുള്ള ഒരു അടിസ്ഥാന രേഖയാണ് ഓരോ ആൾക്കാർക്കും പ്രതിഫലനം നൽകേണ്ടതും അവരവരുടെ അധ്വാനത്തിൻ്റെയും കഴിവിൻ്റെയും അനുസരിച്ചായിരിക്കണം പ്രതിഫലനം നൽകുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഉന്നത പൊസിഷനിലോ അല്ലെങ്കിൽ ഉന്നത പൊസിഷൻ നമുക്ക് അങ്ങ് ഹയർ തൊട്ട് അങ്ങ് ലോവർ വരെ താഴെ വരെ നോക്കുമ്പോഴത്തേക്കുള്ള പൊസിഷനിലുള്ള സാലറി എന്ന് പറയുമ്പോൾ ഒരുപോലുള്ള രീതിയിലല്ല കൊടുക്കുന്നത്. അപ്പം ഓരോ വ്യക്തികൾക്കും അവരവരുടെ കഴിവുകൾ കാണും, അവരവരുടെ ജോലികൾ കാണും. അപ്പം ആ ജോലി ഏതാണോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ
അവർക്ക് വേണ്ടുന്ന സാലറികളെല്ലാം തന്നെ നമ്മൾ നടപ്പിലാക്കി പോകുന്നത്. അപ്പോൾ ഓരോ വ്യക്തി ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അവരവരുടെ കഴിവിൻ്റെയും ധനങ്ങളുടെ അല്ലെങ്കിൽ അവരവരുടെ കഴിവിൻ്റെയും ജോലിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പ്രതിഫലനം നൽകുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ the most people agree on the matter of giving the equal reward to the equal work. തുല്യ ജോലിക്ക് തുല്യ പ്രതിഫലനം നൽകണം അല്ലെങ്കിൽ ലഭിക്കണം എന്ന കാര്യത്തിൽ മിക്കവരും എന്ത് ചെയ്യുന്നു, യോജിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് ദ ഫെയർ ആൻഡ് ജസ്റ്റ് ടു ഗിവ് ദ ഡിഫറെൻറ്റ് റിവാർഡ് ടു ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്. വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ നോക്കിക്കഴിഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ള തോതിലുള്ള പ്രതിഫലനം നൽകുന്നതാണ് ന്യായമായും നീതിപരമായിട്ടുള്ള അല്ലെങ്കിൽ നീതിയുക്തമായിട്ടുള്ള കാര്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റെക്കഗ്നൈസേഷൻ ഓഫ് സ്പെഷ്യൽ നീഡ്സ്, നീതിനിഷ്ഠമായിട്ടുള്ള വിതരണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ദ തേർഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ഇസ് ദാറ്റ് ബൈ ഡിസ്ട്രിബ്യൂട്ടിംഗ് the duties and reward the special needs of the people should be considered. നീതിയുടെ മൂന്നാമത്തെ തത്വം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക നീതി വളർത്തുവാനുള്ള ഒരു മാർഗത്തെയായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, when we speak about the special needs of the people, we may not find it contradictory to the principle of equal treatment to all. ഇപ്പം ജനങ്ങളുടെ ഒരു പ്രത്യേക അവകാശങ്ങൾ കാണും, അത് അംഗീകരിക്കുമ്പോഴേ എല്ലാവരും തന്നെ തുല്യ പരിഗണന എന്ന തത്വവുമായിട്ട് എന്ത് ചെയ്യുന്നു, പൊരുത്തപ്പെടുകയോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലോ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, തുല്യ പരിഗണന എപ്പോഴും നമുക്ക് പല വേദികളിലും എന്താണ്, വ്യക്തികൾ ഡിഫറെൻ്റ് ആണ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് കഴിവുള്ളവരാണ്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഏത് വേദിയിലായാൽ പോലും തുല്യ പരിഗണന കൊടുത്തുകൊണ്ടും സമൂഹത്തിന് മുന്നിലും നമുക്ക് നീതിയുടെ മുന്നിലും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡസ് നോട്ട് ദാറ്റ് ബി കൺസിഡർ ദ ഈക്വൽ ആസ് ദ ഈക്വൽ, ദ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ക്യാൻ ബി ഗിവൺ ടു ദി അൺഈക്വൽ പേഴ്സൺസ് ഇൻ ദി സർട്ടൻ പർട്ടിക്കുലർ ഇഷ്യൂസ്. തുല്യരെ തുല്യരായിട്ട് പരിഗണിക്കുക. ചില പ്രധാന കാര്യങ്ങൾ തുല്യരല്ലാത്തവർക്ക് വ്യത്യസ്തമായിട്ടുള്ള പരിഗണന ആകാമെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ 14ാമത്തെ ചാപ്റ്ററെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ പോയിന്റുകൾ അനുസരിച്ച് നിങ്ങൾ കൂടുതലും ഒക്കെ എന്താണ് ടെക്സ്റ്റിലൊക്കെ അടയാളപ്പെടുത്തി വരുന്ന പോയിന്റുകളെല്ലാം തന്നെയും എഴുതി തയ്യാറാക്കുക. അപ്പോൾ പിന്നെന്താ, നമുക്ക് ഏകദേശം നിങ്ങൾക്ക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഒരുപാട് എന്താണ് അത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണെന്ന് പറയാതെ നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക, വരാൻ പോകുന്ന ഹെഡിങ്ങുകൾ കൊടുക്കുക, ഓരോ ഹെഡിങ്ങിന് എന്താണെന്ന് പഠിക്കുക, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സബായിട്ടുള്ള ഹെഡിങ്ങുകൾ കൊടുക്കുക, ഓരോ ഹെഡിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഒരു കാരണവശാലും നമുക്ക് പാരഗ്രാഫ് ബേസ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടുവാണെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്കുകളൊന്നും തന്നെ നമുക്ക് അത്രയും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തുള്ള കുറച്ച് ടിപ്പുകളൊക്കെ മനസ്സിലാക്കുക. പിന്നെ അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ആൻസറുകളൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ കുറേയൊക്കെ ഇതെല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതി പിന്നെ നമ്മൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസറുകളൊക്കെ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധ മാർക്കുകളൊക്കെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി ദ പീപ്പിൾ ഹു ഹാവ് ഹാൻഡിക്യാപ്പ് ഓർ ദി വീക്ക്നെസ് മസ്റ്റ് ബി ഗിവൻ ദ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. അപ്പം വൈകല്യങ്ങളോ അവശതകളോ ഉള്ള ജനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭിന്നശേഷിക്കാരെന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ്, ഡിസബിലിറ്റി പേഴ്സൺസ് ഒക്കെ എന്താണ്, അങ്ങനെയുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ അവർക്കും പ്രത്യേക പരിഗണന കൊടുത്തും അവരെ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഒപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നീതി ഉറപ്പ് വരുത്തുന്നുള്ളൂ എന്നാണ് ഇവർ
എന്താണ് മുന്നോട്ട് പറയുന്ന ഒരു തത്വം എന്നതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ റിയലി ഡിസർവ് ദ സ്പെഷ്യൽ ഹെൽപ്പ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള സഹായങ്ങൾ അർഹിക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇൻ ഇന്ത്യ എ കൺസിഡറബിൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ആർ ഡിനൈഡ് ഗുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ദി health care mainly due to the social discrimination on the ground of caste. ഇന്ത്യയിലെ നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നത് ഒന്നെങ്കിൽ ആരോഗ്യ പരിപാലനം മൂലമോ ജാതിയുടെ വ്യവസ്ഥ മൂലമോ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ പല വ്യക്തികൾക്കും എന്ത് ചെയ്യുന്നു, ഇപ്പോഴും സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നതായിട്ട് കണ്ടുവരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് ഒരുവിധം ഒഴിവാക്കി എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. So the constitution has to provide for the reservation of jobs for the jobs and the quotas for the administration to the education institutions of the people belonging to the scheduled caste and the scheduled tribes. പട്ടികജാതി പട്ടികവർഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ തൊഴിലുകൾ കാണും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പ്രവേശനങ്ങൾ കാണും, സംവരണങ്ങളെല്ലാം തന്നെ അനുവദിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അടുത്ത് ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നീതിനിഷ്ഠമായിട്ടുള്ള വിതരണത്തെയാണ് നമ്മൾ ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ഇൻ ഓർഡർ ടു അച്ചീവ് ദ സ്പെഷ്യൽ ജസ്റ്റിസ് എ ഗവൺമെന്റ് ഹാസ് ടു അഡോപ്റ്റ് സെവറൽ മെഷേഴ്സ്. സാമൂഹിക നീതി കൈവരിക്കുന്ന ഗവൺമെന്റുകൾക്ക് അനേകം നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. Above all, the government should be adopt the measures for the fair distribution of goods and service. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നീതിനിഷ്ഠമായിട്ടുള്ള വിതരണമായിരിക്കണം നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. The just and the fair distributions of the goods and services is highly essential for the attaining social justice. ഇപ്പൊ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നീതിപൂർവമായിട്ടുള്ള വിതരണം നോക്കിക്കഴിഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള നീതി കൈവരിക്കുവാൻ അത്യന്താപേക്ഷിതമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നു. The social justice demanded that the distribution of the goods and services, whether it is among the different nations or the groups or individuals, should be just fair. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിതരണം ചെയ്യുന്നത് രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ കാണും. അവരും വ്യക്തികളും തമ്മിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് നീതിയുക്തപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇത്രയും പോയിന്റുകളൊക്കെ മനസ്സിലാക്കുക. 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസിൻ്റെ 3 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 3 തത്വങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നന്നായിട്ട് എന്താണ് 5 മാർക്കിന് വരെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത നിങ്ങളുടെ ഒരു 5 മാർക്കിന് നമുക്ക് എപ്പോഴും എക്സാമിന് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തം അല്ലെങ്കിൽ ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ് എന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ജോൺ റോൾസിന്റെ നീതി സിദ്ധാന്തം എന്താണ്? ജോൺ റോൾസ് ഹീസ് ആൻ അമേരിക്കൻ ഫിലോസഫർ. ഇദ്ദേഹം ഒരു അമേരിക്കൻ തത്വചിന്തകനായിരുന്നു ജോൺ റോൾസ് എന്ന് പറയുന്ന വ്യക്തി. ബോൺ ഇൻ 1921 അറ്റ് ബാൾട്ടിമോർ ഇൻ അമേരിക്ക. 1921 അമേരിക്കയിലെ ബാൾട്ടിമോറിലാണ് ഇദ്ദേഹം ജനിച്ചത്. ദ കോൺട്രിബ്യൂട്ടഡ് വെരി മച്ച് ടു ദ മോറൽ ഫിലോസഫി ആൻഡ് ദ പൊളിറ്റിക്കൽ ഫിലോസഫി. സന്മാർഗശാസ്ത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ ശാസ്ത്രത്തിന് ചിന്തയിൽ ഏറ്റവും മികച്ച സംഭാവനയാണ് ഇദ്ദേഹം നൽകിയിരുന്നത്. ദ പ്രസന്റഡ് എ ന്യൂ തിയറി ഓഫ് ജസ്റ്റിസ്. നീതി സിദ്ധാന്തത്തിന് ബദലായിട്ട് ഒരു പുതിയ സിദ്ധാന്തമാണ് ഇദ്ദേഹം അവതരിപ്പിച്ച് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ നീതി സിദ്ധാന്തത്തിന് ബദലായിട്ടാണ് ഇദ്ദേഹം പുതിയൊരു സിദ്ധാന്തം അവതരിപ്പിച്ച് മുന്നോട്ട് പോയിരിക്കുന്നത്.
His important work is the theory of justice. തിയറി ഓഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ജോൺ റോൾസിന്റെ പ്രധാന കൃതി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ദ തിയറി ഓഫ് ജസ്റ്റിസ് എന്നതാണ് ജോൺ റോൾസിന്റെ പ്രധാന കൃതി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. The American philosopher John Rawls tried to give the answer to the question in his book The Theory of Justice. അമേരിക്കൻ തത്വചിന്തകനായിട്ടുള്ള ജോൺ റോൾസ് തന്റെ തിയറി ഓഫ് ജസ്റ്റിസ് എന്ന ഗ്രന്ഥത്തിൽ ഈ ചോദ്യത്തിന് എന്ത് ചെയ്തു, വളരെയധികം ഉത്തരം നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. The Rawls argued that there is only one way of creating the social അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി വിച്ച് പ്രൊവൈഡ്സ് ദ ഗുഡ്നസ് ആൻഡ് ദ ജസ്റ്റിസ് ടു ഓൾ. എല്ലാവർക്കും നന്മയും നീതിയും ലഭിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗം മാത്രമേ റോൾസ് അതിനെക്കുറിച്ച് മാത്രമേ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു, വാദിച്ചിട്ടുള്ളൂ. The Rawls present his theory of justice, the opening our imagination to think about an imaginary situations where the people are unaware of their the future. ജനങ്ങളുടെ ഭാവിയെക്കുറിച്ച് എന്താണ് ഒരു സാങ്കല്പികമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചിട്ടും ആലോചിക്കാൻ നമ്മുടെ ഭാവനകളെ എല്ലാം തന്നെയും തുറന്നു വിട്ടുകൊണ്ട് റോൾസ് അദ്ദേഹത്തിന്റെ നീതി സിദ്ധാന്തത്തെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. The Rawls argues that since nobody knows what is will become in the future or what are the opportunities that he is going to get in the future, everybody like to the follow the laws which aim at the creation of justice, which ensure justice to all. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന സമൂഹത്തിൽ നിന്നും ആരൊക്കെയാകുമെന്നും ഭാവിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ അവസരങ്ങൾ ലഭിക്കുമെന്നോ അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത സാഹചര്യം എല്ലാവർക്കും നന്മയും നീതിയും ലഭിക്കുന്ന ഒരു ഭാവി സമൂഹത്തെക്കുറിച്ച് സൃഷ്ടിക്കുന്ന നിയമങ്ങളെ ആയിരിക്കണം പിന്തുണയ്ക്കേണ്ടത് എന്ന് റോൾസ് വാദിക്കുകയാണ് ചെയ്യുന്നത്. The Rawls calls this to thinking as a veil of ignorance. ഈ രീതിയിലുള്ള ചിന്തയാണ് അജ്ഞതയുടെ മൂടുപടം എന്നാണ് റോൾസ് വിശേഷിപ്പിച്ചത്. ഇപ്പം നല്ലൊരു സമൂഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ നന്മ നിറഞ്ഞൊരു സമൂഹത്തെക്കുറിച്ചും ഒക്കെ എങ്ങനെ കൊണ്ടുവരാമെന്നതാണ് ജോൺ റോൾസ് വാദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വെയിൽ ഓഫ് ഇഗ്നോറൻസ് അല്ലെങ്കിൽ അജ്ഞതയുടെ മൂടുപടത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പോൾ വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്ന് പറഞ്ഞത് ആരാണ് എഴുതിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ റോൾസ് ആണ് ഈ വെയിൽ ഓഫ് ഇഗ്നോറൻസിനെ കുറിച്ചിട്ട് വിശേഷിപ്പിച്ചത്. അജ്ഞതയുടെ മൂടുപടത്തെ കുറിച്ച് വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേരാണ് ജോൺ റോൾസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. The bearing an imaginary veil of ignorance is the first step of bringing a system of fair the laws and the policies. സാങ്കല്പികമായിട്ടുള്ള അജ്ഞതയുടെ മൂടുപടം ധരിക്കുന്നത് ന്യായമായിട്ടുള്ള നിയമങ്ങളെയും നയങ്ങളെയും ഈ വ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനുള്ള ആദ്യ ചുവടുവെപ്പാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. According to the rules, the factor which leads us to the fair and impartial judgment about the distributions of the benefits and the burden of the society is the rational, not a moral. റോൾസിന്റെ അഭിപ്രായങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ നേട്ടങ്ങളും ചുമതലകളും എങ്ങനെയൊക്കെ വിതരണം ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടും നീതിയുക്തമായിട്ടും നിഷ്പക്ഷമായിട്ടും വിലയിരുത്തുന്നതിലേക്കും നമ്മുടെ നന്മയെ നയിക്കുന്നതിനും ധാർമ്മികതയല്ല യുക്തിചിന്തയ്ക്കാണ് അദ്ദേഹം വാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സാമൂഹിക നീതി. The social justice does not exist in a society where there are class distinction. വർഗവിഭജനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നീതി ഉണ്ടായിരിക്കുകയില്ല എന്നതാണ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ നമുക്ക് ഓരോ വ്യത്യസ്ത തരത്തിലുള്ള ജാതി മതങ്ങളൊക്കെ നിലനിന്ന് അവർ വ്യത്യാസമായിട്ട് കണ്ടുകൊണ്ട് കഴിഞ്ഞാൽ നമുക്കവിടെ നീതി എന്ന് പറയാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒരുപോലെയുള്ള അവകാശങ്ങളും എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങളും ഉൾപ്പെടുത്തിയാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നീതി എന്നുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ
സാധിക്കുന്നുള്ളൂ. We cannot define social justice in a society where there prevails the wide disparity between the rich and the poor, and also between the higher caste and the lower caste. സമ്പത്ത് അധികമുള്ള ഒരു ഉപരിവർഗം ദാരിദ്ര്യം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായി ഒരു താഴ്ന്ന വർഗവും തമ്മിൽ വലിയ അന്തരങ്ങൾ നിലനിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് സാമൂഹിക നീതി പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. The justice does not require the absolute equality or identical way of the life among the people. നീതി ഉണ്ടാകണമെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കണം? പൂർണ്ണമായിട്ടുള്ള ഒരു സമത്വം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നീതി ഉടലെടുക്കുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ജനങ്ങൾക്കിടയിൽ ഒരുപോലെയുള്ള നീതി നമുക്ക് ആവശ്യമായി വരുമോ? ഇല്ല. The various government and international organization like the World Health Organization have the formulated different methods. ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെൻറ്റും ലോക ആരോഗ്യ സംഘടനയെ പോലത്തുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അന്തർദേശീയ സംഘടനകളും ഇതിനായിട്ടുള്ള വിവിധ രീതികളാണ് ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പം WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നതാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ അനദർ സെക്ഷൻ ഓഫ് ദ തിങ്കേഴ്സ് ആർഗ്യൂ ദാറ്റ് ദ ഗവൺമെന്റ് ഷുഡ് taken by the responsibility of providing the basic needs to the poor. ഇപ്പൊ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അടിസ്ഥാനമുള്ള ആവശ്യങ്ങൾ പ്രദാനം ചെയ്യാനുള്ള ചുമതല ഗവൺമെന്റിന് ഏറ്റെടുക്കാം എന്നാണ് മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ മാർക്കറ്റ് വേഴ്സസ് ദ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ. സ്വതന്ത്ര വിപണിയോ രാഷ്ട്രത്തിന്റെ ഇടപെടലോ. The supporters of the free market theory suggest as far as possible the individual should be the free on the property and to enter into the contract and the agreements with others regarding the prices, the wages and the profit. അപ്പം സ്വത്തുക്കൾ എപ്പോഴും നമ്മൾ കൈവശം വെക്കുന്നതിനും വില, വേതനം, ലാഭം എന്നിവയെ സംബന്ധിച്ച് എല്ലാം തന്നെ നമ്മുടെ കരാറുകളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് കഴിയാവുന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന് സ്വതന്ത്ര വിപണിയുടെ വക്താക്കൾ അഭിപ്രായപ്പെടുകയാണ് ചെയ്യുന്നത്. The advocates of free market argues that the state should not interference in the market. വിപണികളിൽ രാഷ്ട്രം ഇടപെടാൻ പാടില്ല എന്നതാണ് സ്വതന്ത്ര വിപണിയുടെ വക്താക്കൾ വാദിക്കുന്നത്. ഇപ്പൊ വിപണിയിൽ രാഷ്ട്രം ഇടപെട്ട് കഴിഞ്ഞാൽ അത് അങ്ങനൊന്നും ഇടപെടാൻ പാടില്ല എന്നതാണ് വിപണിയുടെ സ്വതന്ത്ര വക്താക്കൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. They believe that if market they made free from the interference of the state, the sum of the market transactions can be distributed fairly in the society. രാഷ്ട്രത്തിന്റെ ഇടപെടലിൽ നിന്നോ വിപണിയിലോ സ്വതന്ത്രമാകണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും നമ്മുടെ തുക സമൂഹത്തിൽ നീതിപൂർവമായിട്ടുള്ള വിതരണങ്ങൾ, നേട്ടങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ എന്തൊക്കെ ചുമതലകൾ ഉണ്ടായോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വിതരണങ്ങൾ ഉറപ്പ് വരുത്തുന്നത്, ഇതെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. The free market is the fair and just society. സ്വതന്ത്ര വിപണിയിൽ നീതിനിഷ്ഠമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ഒരു അടിത്തറയായിട്ടാണ് നമുക്ക് നിലനിന്ന് പോകുന്നത്. But they believe that if the market are made free from the interference of the state, the sum of the market and the transaction can be distributed fairly in the society. വിപണിക്ക് ജാതിയോ മതഭേദമോ സ്ത്രീ പുരുഷ ഭേദമോ ഇല്ല. അത് എപ്പോഴും നമുക്ക് എങ്ങനെ ആയിരിക്കണം? നിഷ്പക്ഷമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. യോഗ്യത ഉണ്ടെങ്കിൽ മറ്റൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അവർക്ക് ജാതിയുടെയോ മതങ്ങളുടെയോ കാര്യത്തിൽ യാതൊരുവിധ വിവേചനവും ഇല്ലാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഒരുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. Accordingly, the persons having the highly merit will get the higher rewards and others will get only the low rewards. They maintain that whatever the outcomes of the market distributions to will be the fair and the just.
ഇപ്പോൾ വിപണിയിലെ ഉൽപ്പന്നങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ സേവനങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള കൂടുതൽ സാധ്യത നൽകുന്ന വിപണിയുടെ ഏത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപുലമായിട്ടുള്ള സാധ്യതകൾ നൽകുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഏത് അരി വേണമെങ്കിലും വാങ്ങിക്കാം, ഏത് കടയിൽ നിന്നും ഏത് സാധനങ്ങൾ വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ്, ഒരു നീതിയുക്ത അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരേപോലെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എവിടെ വേണമെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ 14ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ 3 പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ജോൺ റോൾസിൻ്റെ തിയറി എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ദ വേൽ ഓഫ് ഇഗ്നറൻസ് അല്ലെങ്കിൽ പിന്നെന്തുവാണ് അജ്ഞതയുടെ മൂടുപടം എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ആരാണെന്ന് ചോദിച്ചാൽ ജോൺ റോൾസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ദ വേൽ ഓഫ് ഇഗ്നറൻസ്, ഇത് റിപ്പബ്ലിക് ആരുടെ ടെക്സ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ ആരുടെ കൃതിയുടെ പേരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റോയാണ്. പ്ലേറ്റോ നീതിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആ ടെക്സ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി തറവാക്കി മുന്നോട്ട് പോവുക. പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ അടയാളപ്പെടുത്തി നിങ്ങൾ പോവുക. നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 13ാമത്തെ ചാപ്റ്ററാണ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സമത്വം എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മുടെ ഇക്വാലിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് എല്ലാം തന്നെ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ നമ്മൾ ക്രമരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ക്രമത്തിലെടുത്തിരിക്കുകയല്ല. നിങ്ങൾ അതാത് കാര്യങ്ങൾ എന്ത് ചെയ്യുക, 14ാമത്തെ ചാപ്റ്റർ എങ്കിൽ 14ാമത്തെ ചാപ്റ്റർ അങ്ങനെ പോയിന്റ് ചെയ്യുക. അതുപോലെ തന്നെ 13ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ആ കാര്യങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ടുകളൊക്കെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാം. നമ്മുടെ 13ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സമത്വത്തെയാണ് നമ്മൾ ഇക്വാലിറ്റി എന്ന വാക്കുകൊണ്ട് പറയുന്നത്. The equality is a powerful moral and political concept which has inspired and guided the human society for the several centuries. നൂറ്റാണ്ടുകളായി നമ്മുടെ മാനവ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സങ്കല്പത്തെയാണ് നമ്മൾ സമത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. As political ideal concept of equal puts forward in the idea that all human beings that have the equal worth regard of this the color, gender, race or the nationality. നിറം, വംശം, ദേശീയത എന്നിവയുടെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ നമുക്ക് മനുഷ്യർക്കെല്ലാം തന്നെ തുല്യമായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള ആശയത്തെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. It states that all human beings deserve the equal consideration and the respect because of their common humanity. പൊതുമാനവികതയുടെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുള്ള പരിഗണനയും ആദരവും അർഹിക്കുന്നു എന്നാണ് അവർ സമർത്ഥിച്ച് പോകുന്നത്. There was demanded for the equality in the anti-colonial struggles which occurred in the Asia and Africa in the 20th century. 20ാം നൂറ്റാണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ കോളനി വാഴ്ചകൾക്കെതിരെ ഏഷ്യയിലും ആഫ്രിക്കയിലും വിമോചന സമരങ്ങൾ, സമത്വത്തിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അടുത്ത ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വാട്ട് ഈസ് ഇക്വാലിറ്റി അല്ലെങ്കിൽ എന്താണ് സമത്വം എന്നതിനെ കുറിച്ചിട്ടാണ് അടുത്ത ഹെഡിങ്. The equality is the concept which is to treat all persons are the equal and provide the equal respect and the consideration to all. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യമായിട്ടുള്ള ആദരവും പരിഗണനയും എന്നുള്ള ആശയത്തെയാണ് നമ്മുടെ സമത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. It stands for the providing the equal opportunities and the respect for the all persons in the society. സമൂഹത്തിലെ എല്ലാവർക്കും തുല്യ അവസരങ്ങളും അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ട് മുന്നോട്ട് പോകുന്നത്. The concept of equality insists that there should not any discrimination on the basis of the birth, wealth, caste, race, gender or the religion അല്ലെങ്കിൽ or their region. ജനനം, സമ്പത്ത്, ജാതി, വർഗം, നിറം, ദേശം എന്നിവയുടെ പേരിൽ യാതൊരുവിധ വിവേചനങ്ങളും കാണിക്കാതെ സമൂഹത്തിൽ എല്ലാവരെയും തുല്യരായിട്ട് കാണുക എന്നൊരു കോൺസെപ്റ്റിലാണ് സമത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
The smooth functions of the society require the division of work or the functions. When there is the division of functions, surely there will be the difference in the status and reward. തൊഴിൽ വിഭജനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും പ്രവൃത്തിയായാലും ആവശ്യമാണ്, അല്ലെങ്കിൽ പദവിയായാലും പ്രതിഫലനത്തിനും എല്ലാം തന്നെ വ്യത്യാസങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഈക്വലായിട്ട് കാണുക മാത്രമല്ല, അവർ ചെയ്യുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികളുടെ കഴിവുകളും രീതിക്കും അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രതിഫലനം നൽകാൻ സാധിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഉയർന്നതും അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്കും നമുക്ക് എന്താണ് ഒരേപോലത്തുള്ള സാലറി. ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറായാലും, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറായാലും, അല്ലെങ്കിൽ ഒരു പോലീസായാലും, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും സാലറി ഒരുപോലെ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് അവരവരുടെ കഴിവുകളും യോഗ്യതകളും അനുസരിച്ച് ആ വ്യക്തികളുടെ പൊസിഷൻ അനുസരിച്ചായിരിക്കണം നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്ന പ്രതിഫലനം നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈക്വലായിട്ട് കൊടുത്താൽ മാത്രമല്ലേ അവിടെ ഇക്വാലിറ്റി നിലനിൽക്കുന്നുള്ളൂ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നു. പക്ഷേ അവിടെ ഈക്വാലിറ്റി എന്ന് പറയുന്നൊരു സംഭവം നിലനിന്ന് നമുക്ക് എല്ലാവർക്കും ഇക്വാലിറ്റി ഉണ്ട്. പക്ഷേ അവരവരുടെ കഴിവുകൾക്കും രീതികൾക്കും അനുസരിച്ച് മാത്രമേ ആ ഒരു ഇക്വാലിറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ പീപ്പിൾ ആർ ഡിസ്ക്രിമിനേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ കാസ്റ്റ്, റീജിയൻ, റേസ്, ഓർ വി കൺസിഡർ ദിസ് ഇൻ ദി ഇൻഇക്വാലിറ്റി ആസ് അൺഅക്സെപ്റ്റബിൾ. ഏതെങ്കിലും ജാതിയോ മതങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വംശത്തിലോ അല്ലെങ്കിൽ ലിംഗത്തിലോ ജനിച്ചു വളർന്ന പേരിൽ ജനങ്ങളുടെ വിവേചനം കാണിക്കുന്നുവെങ്കിൽ അതിനെ അസമത്വം എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇൻഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അസമത്വം. ഒരു വ്യക്തിയെ നമ്മളിപ്പം കാണുന്നു, ആ വ്യക്തിയെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ അല്ലെങ്കിൽ വിവേചനം കാണിച്ചു കഴിഞ്ഞാലോ, ആ വ്യക്തിയെ അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയോട് ഒരു എതിർപ്പ് കാണിച്ചു കഴിഞ്ഞാലോ നമുക്ക് അവിടെ ഒരു ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ അസമത്വങ്ങൾ എന്ന പേരിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ദ പീപ്പിൾ മേ ഹാവ് ദ ഡിഫറെൻറ്റ് എയിംസ് ആൻഡ് അംബിഷൻസ്. മനുഷ്യർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. ബട്ട് ഓൾ ഓഫ് ദം മേ നോട്ട് ബി ഈക്വലി സക്സസ്ഫുൾ ഇൻ ദി അച്ചീവ് ദം. അപ്പം അവ കൈവരിക്കണമെങ്കിൽ തുല്യമായിട്ടുള്ള, നമുക്ക് ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് കൈവരിക്കണമെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നേ പറ്റൂ. അത് ചില സമയങ്ങളിൽ നമുക്ക് അതൊന്നും വിജയിക്കണമെന്നില്ല. മേ ബി നമുക്ക് വിജയിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാതെ ഇരിക്കാം. ഇഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ് ആർ ഗിവൺ ദ ഈക്വൽസ് ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് ദെയർ ദ കപ്പാസിറ്റി, വി കനോട്ട് തിങ്ക് that equality is undetermined. ഓരോ ആൾക്കാർക്കും അവരവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ സമത്വങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇപ്പോൾ ഓരോ വ്യക്തികൾക്ക് അവരവരുടെ കഴിവുകൾ കാണും. ആ കഴിവനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ നിഷേധിക്കപ്പെടാതെ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന തൊഴിലുകളും അവർക്ക് ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസങ്ങളും അവരിഷ്ടപ്പെടുന്ന മതമായാലും ഇഷ്ടപ്പെടുന്ന ജാതിയായാലും എല്ലാത്തിനും തുല്യമായിട്ട് വിശ്വസിക്കാൻ ആ വ്യക്തിക്ക് വിട്ടുകൊടുത്തേക്കുകയാണ് ചെയ്യുന്നത്. അതിനെയൊക്കെ നമുക്ക് ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വം എന്ന വാക്കുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. The abilities and the achievements of the individuals, whether they are musicians or the scientists, may not be as similar. ഇപ്പം എല്ലാവരുടെ കഴിവുകളും നേട്ടങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംഗീതം പാടുന്നവരും ശാസ്ത്രജ്ഞന്മാരായാൽ പോലും നമുക്ക് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. സംഗീതം പാടുന്നവർ സംഗീതം പാടുന്നു, ചിത്രം വരയ്ക്കുന്നവർ ചിത്രം വരയ്ക്കുന്നു, സയൻറ്റിസ്റ്റുകൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് തുല്യരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിവിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനങ്ങളോ നോക്കിയിട്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിഫലനം നൽകണമെന്നാണ് നമ്മുടെ ഭരണഘടനയിലും ഉൾപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്ത ഹെഡിങ് ആണ് നമ്മുടെ അബ്സല്യൂട്ട് ഇക്വാലിറ്റി അല്ലെങ്കിൽ പൂർണ്ണ സമത്വം അഥവാ കേവല സമത്വത്തെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഇക്വാലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ അബ്സല്യൂട്ട് ഇക്വാലിറ്റി ഈസ് റിയലി ആൻ ഇംപാർഷ്യൽ കോൺസെപ്റ്റ്. പൂർണ്ണമായിട്ടുള്ള സമത്വം അഥവാ കേവല സമത്വത്തെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഇക്വാലിറ്റി എന്ന പേര് കൊണ്ട് പറയുന്നത്. ബൈ നേച്ചർ ദ മെൻ ആർ നോട്ട് ഈക്വൽസ്. അപ്പം മനുഷ്യൻ പ്രകൃതിയാൽ തന്നെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും തുല്യരല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ദർ ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഇൻ എ ഫിസിക്, ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ് ആൻഡ് മെന്റാലിറ്റി. ശരീരഘടന, പ്രാപ്തി, അഭിരുചി, മനോഭാവം എന്നിവയിൽ നിന്നെല്ലാം വ്യക്തികൾ തമ്മിൽ നമുക്ക് വ്യത്യാസമുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുന്നു.
ഇനി അടുത്ത ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് അവസര സമത്വം? ദർ ആർ ദ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റീസ്. സമത്വത്തെ പറ്റിയിട്ട് നമുക്ക് നിഷേധാത്മക സമത്വം എന്നും ക്രിയാത്മക സമത്വം എന്ന പേരിലും നമ്മൾ അറിയപ്പെടുന്നു. ഇക്വാലിറ്റിയെ തന്നെ നമ്മൾ പോസിറ്റീവ് കൊണ്ട് നെഗറ്റീവ് ഇക്വാലിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതിനകത്ത് ഒന്നാമത്തെ ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇക്വാലിറ്റി ഓഫ് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ദ നെഗറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നെഗറ്റീവ് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. The negative concept of equality insists that must be not be the existence of any special privilege for the any individuals. Also, nobody should be discriminated on the basis one's caste, religion, race, wealth, etc. ജാതി, മതം, വംശം, സമ്പത്ത് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ എല്ലാം തന്നെ വിവേചനങ്ങൾ പാടില്ലെന്നും പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരിക്കണമെന്നും സമത്വത്തിൽ നമുക്ക് നിഷേധാത്മക സങ്കല്പം പറയുന്നു. ദ പോസിറ്റീവ് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇക്വാലിറ്റി ഇൻസിസ്റ്റ് ദാറ്റ് ഓൾ പേഴ്സൺ ഷുഡ് ബി ഗിവൻ ദ സഫിഷ്യന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് themselves. Thus the positive equalities give the emphasis to the equality of opportunities. എല്ലാവർക്കും വേണ്ടത്ര അവസരങ്ങൾ കിട്ടണമെന്നില്ല. സമത്വത്തിന്റെ ക്രിയാത്മക സങ്കല്പം എന്ന് വെച്ചാൽ അവരവരുടെ കഴിവുകൾ അനുസരിച്ചും അവരവരുടെ രീതികൾക്ക് അനുസരിച്ചും ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി മുന്നോട്ട് പോവുക എന്നതാണ് അവര് ഉൾപ്പെടുത്തി മുന്നോട്ട് പറയുന്നത്. പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റി, ദ ഓപ്പർച്യൂണിറ്റീസ് ഇംപ്ലൈസ് ദാറ്റ് ഓൾ പീപ്പിൾ ആസ് ഹ്യൂമൻ ബീയിങ്സ് ആർ ദ എൻടൈറ്റിൽഡ് ടു ദ സെയിം റൈറ്റ് ആൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് to develop their skill and talent and to pursue their goals and ambitions. ഇപ്പം മനുഷ്യരെന്ന നിലയിൽ എല്ലാ ജനങ്ങൾക്കും അവരവരുടെ കഴിവുകൾ കാണും, അല്ലെങ്കിൽ പ്രതിഭകൾ വികസിപ്പിക്കാം, അവരുടെ ലക്ഷ്യങ്ങൾ കാണും, അഭിലാഷങ്ങൾ കാണും, പിന്തുടരുവാനും എല്ലാം തന്നെ നമുക്ക് തുല്യമായിട്ടുള്ള അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കാനുള്ള അർഹതയുണ്ട് എന്നതാണ് നമ്മൾ അവസര സമത്വം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം എല്ലാവർക്കും അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഒന്നിനെയാണ്, അല്ലെങ്കിൽ ജോലിയായാലും പഠിത്തമായാലും വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്ത് കാര്യമായാലും അവരവർ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനെയാണ് നമ്മൾ അവസര സമത്വം എന്ന പേര് കൊണ്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഹെഡിങ് ആണ് ദ നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇനിക്വാളിറ്റീസ്. നൈസർഗികമായിട്ടും സാമൂഹികപരമായിട്ടുള്ള അസമത്വങ്ങളെയാണ് നമ്മൾ നാച്ചുറൽ ആൻഡ് സോഷ്യൽ ഇനിക്വാലിറ്റീസ് എന്ന വാക്കുകൊണ്ട് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ പൊളിറ്റിക്കൽ തിയറി sometimes inequalities are classified into natural inequalities and the social inequalities. രാഷ്ട്രീയ സിദ്ധാന്തത്തിലെ അസമത്വങ്ങളെ നമ്മൾ നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള അസമത്വങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ദ സോഷ്യൽ ഇക്വാലിറ്റീസ് മീൻസ് ദ പ്രൊവിഷൻസ് ഓഫ് ഈക്വൽ സ്റ്റാറ്റസ് ടു ഓൾ പീപ്പിൾ ഇൻ ദി സൊസൈറ്റി. ജനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളിൽ നിന്നും പ്രതിഭയിൽ നിന്നും ഉടലെടുക്കുന്ന അസമത്വങ്ങളെയാണ് നമുക്ക് നൈസർഗിക അസമത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് സാമൂഹിക അസമത്വങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് തികച്ചും വ്യത്യാസമായിട്ടുള്ള അസമത്വമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഇനിക്വാളിറ്റീസ് ആർ ദ ഇനിക്വാളിറ്റീസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഗെറ്റ് ഫ്രം ദെയർ ദി വെരി നേച്ചർ. ബൈ ദ നേച്ചർ ദ പീപ്പിൾ മേ ഹാവ് ദി ഡിഫറെന്റ് കേപ്പബിലിറ്റീസ് ആൻഡ് ടാലന്റ്. ജനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളിൽ നിന്നും പ്രതിഭയിൽ നിന്നും ഉടലെടുക്കുന്ന അസമത്വങ്ങളെയാണ് നമ്മൾ നൈസർഗിക അസമത്വങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇത് സാമൂഹിക അസമത്വങ്ങളിൽ നിന്നും ഒക്കെ തികച്ചും വ്യത്യാസമായിട്ടുള്ള അസമത്വമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. There are the another problem connected with the natural inequalities, some the different which we have considered as the natural are the subject to the change. എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസർഗിക അസമത്വങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആശയപരമായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ചില മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ നൈസർഗിക അസമത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. Several thinkers adapt to new criteria to the differentiate inequalities in the societies.
ഇക്കാരണത്താൽ പല സൈദ്ധാന്തികരും അസമത്തെ വേർതിരിക്കുന്നത് പുതിയ 2 മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അസമത്വങ്ങളെ വേർതിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻഇക്വാളിറ്റീസ് വിച്ച് അറൈസ് ഫ്രം അവർ ചോയ്സ്. അപ്പം നമ്മുടെ തിരഞ്ഞെടുക്കലിൽ നിന്നും ഏറ്റവും കൂടുതലും ഉടലെടുക്കുന്ന അസമത്വങ്ങളെയാണ് ദ ഇൻഇക്വാളിറ്റീസ് വിച്ച് അറൈസ് ഫ്രം അവർ ചോയ്സ് എന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുന്നത്. The inequalities due to the influence of one's family or the circumstances in which person is born. കുടുംബത്തിൻ്റെയോ ഒരു വ്യക്തിയോ ജനിച്ചു വളരുന്ന സാഹചര്യത്തിൻ്റെയോ സ്വാധീനങ്ങൾക്കോ ഉണ്ടാകുന്ന അസമത്വങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത് 3 dimension ഓഫ് ഈക്വാലിറ്റി. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാം. ദ 3 dimension ഓഫ് ഈക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിൻ്റെ 3 മാനദണ്ഡങ്ങൾ ഏതൊക്കെയെന്നാണ്. ദർ ആർ ദ 3 dimension ഫോർ ദി ഇക്വാലിറ്റീസ്. സമത്വത്തിന് പ്രധാനമായിട്ട് 3 മാനദണ്ഡങ്ങളാണ് ഉള്ളത്. ദി ആർ പൊളിറ്റിക്കൽ ഡയമെൻഷൻ, സോഷ്യൽ ഡയമെൻഷൻ, എക്കണോമിക് ഡയമെൻഷൻ. രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള മാനങ്ങളാണ് നമ്മുടെ ഇക്വാലിറ്റിയുടെ 3 മാനങ്ങൾ എന്നതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ 3 dimension ഓഫ് ഇക്വാലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ദ 3 dimension ഓഫ് ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിന്റെ 3 മാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, രാഷ്ട്രീയപരമായിട്ടുള്ള സമത്വം എന്ന് പറയാൻ സാധിക്കുന്നു. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഇക്വാലിറ്റി, സാമൂഹികപരമായിട്ടുള്ള സമത്വത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ എക്കണോമിക് ഇക്വാലിറ്റി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള സമത്വത്തെയാണ് സൂചിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തെ നമുക്ക് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്നാൽ എന്താണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ സമത്വം എന്നാൽ എന്താണെന്ന് നമുക്ക് പറയാം. ബൈ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി വി മീൻ ദ എൻജോയ്മെന്റ് ഓഫ് ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ് ബൈ ഓൾ ഇൻഡിവിജ്വൽസ് ഇൻ എ സ്റ്റേറ്റ്. രാഷ്ട്രത്തിലെ എല്ലാ അംഗങ്ങൾക്കും പൗരത്വം അഥവാ തുല്യമായിട്ടുള്ള രാഷ്ട്രീയ അവകാശങ്ങൾ അനുവദിക്കണമെന്നാണ് രാഷ്ട്രീയ സമത്വം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ദി ഇൻക്ലൂഡഡ് റൈറ്റ് ലൈക്ക് ദ റൈറ്റ് ടു വോട്ട്, ദ റൈറ്റ് ടു ഫ്രീഡം ആൻഡ് ദ റൈറ്റ് ടു expression and right to move and from the associations, the right to contest elections, the right to hold the public offices and the right to criticize the government. അപ്പോൾ വോട്ട് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ, ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ, സഞ്ചരിക്കാനും സംഘടിക്കുവാനുമുള്ള സ്വാതന്ത്ര്യങ്ങൾ, വിശ്വാസ സ്വാതന്ത്ര്യങ്ങൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള അവകാശങ്ങൾ, പൊതുപദവികൾ വഹിക്കുന്നതിനുള്ള അവകാശങ്ങൾ എന്നിങ്ങനെ ചില അവകാശങ്ങൾ ഇതിൽ ഉൾപ്പെടുകയാണ് ചെയ്യുന്നത്. The democracy and the universal franchise are the hallmark of the political equalities. ജനാധിപത്യ കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടുള്ള വോട്ടവകാശം രാഷ്ട്രീയ സമത്വത്തിന്റെ മുഖമുദ്രകളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. The Constitution protects the political equality. There are the several constitutional and ordinary laws to protect the political right of the citizens. രാഷ്ട്രീയ സമത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ ഉള്ള തുല്യതയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. രാഷ്ട്രീയ സമത്വത്തിൽ ഉൾപ്പെടുന്ന അവകാശങ്ങളെയും ഭരണഘടനയിൽ നിയമപരമായിട്ട് ഉറപ്പാക്കുകയും നൽകുകയും നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്ത് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള സമത്വത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ നോൺ ആസ് ദ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഓർ ദി ലീഗൽ ഇക്വാലിറ്റി. പൗരത്വ നിയമം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സമത്വം എന്നുള്ള പേരിലെല്ലാം തന്നെ നമുക്ക് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ദ റൈറ്റ് ടു വോട്ട്. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു കോണ്ടസ്റ്റ് ഇലക്ഷൻസ്, ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആൻഡ് ഫോം ഓഫ് അസോസിയേഷൻസ്. സഞ്ചരിക്കുവാനും സംഘടനകൾ രൂപീകരിക്കുന്നതിനുമുള്ള അവകാശങ്ങളാണ് നമ്മുടെ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്ന പേരിൽ നമുക്ക് അറിയപ്പെടേണ്ടത്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ഫെയ്ത്ത്, നമുക്ക് വിശ്വാസ സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുന്നു. ഫ്രീഡം ടു ഹോൾഡ് ദ പബ്ലിക് ഓഫീസസ്, പൊതു പദവികൾ വഹിക്കുന്നതിനുള്ള അവകാശങ്ങൾ, സർക്കാർ ഉദ്യോഗങ്ങൾ പോലത്തുള്ള അവകാശങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്നു. ഫ്രീഡം ടു ദ ക്രിട്ടിസൈസ് ദി ഗവൺമെന്റ്, ഇവയെല്ലാം
ആണ് നമ്മുടെ രാഷ്ട്രീയ സമത്വത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സോഷ്യൽ ഇക്വാളിറ്റി അല്ലെങ്കിൽ സാമൂഹിക സമത്വത്തെയാണ് നമ്മൾ സോഷ്യൽ ഇക്വാളിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോഷ്യൽ ഇക്വാളിറ്റി അല്ലെങ്കിൽ സാമൂഹിക സമത്വത്തെയാണ് നമ്മൾ സോഷ്യൽ ഇക്വാലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. In order to create an egalitarian society, is necessary to have the social equality also along with the political equality. നമ്മുടെ സമത്വം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സമത്വത്തിന് പൂരകമായിട്ടുള്ള സാമൂഹിക സമത്വം നമുക്ക് ആവശ്യമാണെന്ന് പറയാനായിട്ട് സാധിക്കും. The social equality means the provisions of the equal status to all the people in the society. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും തുല്യ പദവികൾ ലഭിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സാമൂഹിക സമത്വം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. The social equality removes the special privileges given to any particular individual or the individual on the basis of the caste, religion, race, color or the wealth. ജാതി, മതം, വംശം, നിറം, സമ്പത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആർക്കും പ്രത്യേക പരിഗണന അനുവദിക്കരുത് എന്നതാണ് സാമൂഹ്യ സമത്വത്തിലുള്ളവർ ആവശ്യപ്പെടുന്നത്. The important component of the social equality is the equality of the opportunities. സാമൂഹിക സമത്വത്തിന്റെ ഏറ്റവും പ്രധാന ഘടകത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവസര സമത്വമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. The social equality guarantees the enjoyment of the equal opportunities by all individuals to develop their personalities. സ്വന്തം വ്യക്തിത്വങ്ങൾ വികസിപ്പിക്കുന്നതിനും സമൂഹത്തിലെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത്. In order to have the social equality, it is necessary that people belonging to the different groups and the communities should have the fair and the equal chances to the complete for the goods and opportunities. സാമൂഹിക സമത്വങ്ങളെല്ലാം തന്നെ സ്ഥാപിക്കണമെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അവസരങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നതിന് പോലും എല്ലാ വിഭാഗങ്ങൾക്കും സമുദായങ്ങളിൽ പെട്ടവർക്കും നീതിയുക്തമായിട്ടും തുല്യമായിട്ടുള്ള സാധ്യതകൾ ഒരുപോലെ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അത് ഒരുപോലെ ഉറപ്പുകൾ ഉണ്ടായിരിക്കണമെന്ന് വാദിക്കുകയാണ് സോഷ്യലിസ്റ്റുകൾ ചെയ്യുന്നത്. For this purpose, the social and economic inequalities should be minimized. ഇതിനായിട്ട് നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങളെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത എക്കണോമിക് ഇക്വാലിറ്റി, സാമ്പത്തിക സമത്വം. The economic equality is the enjoyment of equal economic right by all members of the society. It ensures the removal of the wide disparity in the wealth, the property or the income between individuals or the classes. വ്യക്തികൾക്കിടയിലോ വർഗങ്ങൾക്കിടയിലോ ധനത്തിനും സമ്പത്തിനും വരുമാനത്തിനും ഗണ്യമായിട്ടുള്ള അന്തരങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക സമത്വം നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. The economic equality means equitable the enjoyment of the economic resources by all individuals in the state. It is included poverty, alleviations also. രാഷ്ട്രത്തിലെ എല്ലാ സമ്പത്തുകളും എല്ലാവരും തുല്യരായിട്ട് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ സാമ്പത്തിക സമത്വം കൊണ്ടാണ് അർത്ഥമാക്കി മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ even though the absolute equality is impossible, it wants that basic needs of an individuals should be satisfied. പരിപൂർണമായിട്ടുള്ള സമത്വങ്ങൾ നമുക്ക് അസാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ചുരുങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. The basis of the doctrine of the economic equality is that economic resources should not be concreted in the hands of a few individuals. സാമ്പത്തികമായിട്ടുള്ള വിഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കം ചില കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്ന ആശയത്തെയാണ് നമ്മുടെ സമത്വത്തിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ കരുതപ്പെട്ട് പോകുന്നത്. The equal pay for equal work, the right to work and to get adequate wages, and the right to leisure are important components of economic equality. തുല്യ ജോലിക്ക് തുല്യ വേതനം,
ജോലി ചെയ്യാനും അർഹമായിട്ടുള്ള കൂലി കിട്ടുവാനുമുള്ള അവകാശങ്ങളെ, ന്യായമായിട്ടുള്ള വിശ്രമത്തിനുള്ള അവകാശം എന്നിവയെല്ലാം തന്നെ നമ്മുടെ സാമ്പത്തിക സമത്വം എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. The ideologies like a socialism are formulated on the principle of economic equality. സാമൂഹ്യ സമത്വത്തിൽ ഏറ്റവും പ്രധാന ഘടകം അവസര സമത്വമാണെന്ന് പറയാൻ സാധിക്കുന്നു. സ്വന്തം വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനും സമൂഹത്തിലെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫെമിനിസം എന്നാണ്. ഫെമിനിസം എന്നാൽ എന്താണ്? ഫെമിനിസം ഈസ് എ ഡോക്ട്രിൻ. ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവസരം നൽകുന്നതിനെയാണ് ഫെമിനിസ്റ്റുകൾ വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ പേട്രിയാർക്കി എന്ന് വെച്ച് ഒരു പുരുഷാധിപത്യം കുറച്ച് നാളുകൾക്ക് മുന്നൊക്കെ എന്താണ് പുരുഷാധിപത്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വരുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശങ്ങൾ ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഫെമിനിസം എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കി മുന്നോട്ട് പോകുന്നത്. എന്താണ് ഫെമിനിസം? The feminism is a doctrine which demands equal right of the women with the men. സ്ത്രീ പുരുഷ സമത്വം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തെയാണ് നമ്മൾ ഫെമിനിസം എന്ന വാക്കുകൊണ്ട് പറയുന്നത്. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ 2 മാർക്കിനൊക്കെ സൂചിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഫെമിനിസം എന്ന് പറയുന്നത്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ട് അവസാനം അത് എന്താണ് ഫെമിനിസം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. It really emerged as a protest against the supremacy of the men and the social inequalities which prevailed in the society. പുരുഷാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക ആധിപത്യങ്ങൾക്ക് എതിരെയുള്ള ഒന്നിനെയാണ് നമ്മൾ ഫെമിനിസമാക്കി രൂപപ്പെട്ടത്. The feminists believe that the inequality between the men and the women are not natural and necessary. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള അസമത്വങ്ങൾ പ്രകൃതിദത്തമല്ല എന്നാണ് ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നത്. The family believe that inequalities can be removed and the woman can have a dignified life. ഈ അസമത്വങ്ങളെ മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വാതന്ത്ര്യം തുല്യമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ കഴിയുമെന്ന് അവർ കരുതുകയാണ് ചെയ്യുന്നത്. According to the feminists, inequalities between men and women is the result of the patriarchy. ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ സ്ത്രീ പുരുഷ അസമത്വങ്ങൾക്ക് കാരണം പുരുഷ മേധാവിത്വ വ്യവസ്ഥയാണെന്നാണ് ഫെമിനിസ്റ്റുകൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത്. It is a social, economic and the cultural system that values men more than and gives men over the women. സ്ത്രീകളെക്കാൾ കൂടുതൽ മൂല്യം പുരുഷന് നൽകുന്നു. സ്ത്രീകളുടെ മേൽ നൽകുന്ന സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വ്യവസ്ഥയാണ് നമ്മൾ പേട്രിയാർക്കിയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ കരുതപ്പെട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫെമിനിസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫെമിനിസത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒന്നാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയുള്ള അവകാശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന അടുത്തൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് 5 മാർക്കിന്റെ. ദ ഇക്വാലിറ്റി മാർക്സിയം കോൺസെപ്റ്റ് അല്ലെങ്കിൽ മാർക്സിയം സമത്വ സങ്കല്പങ്ങൾ എന്നാൽ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ദ കാറൽ മാർക്സ് റിയോണഡ് thinkers of the 19th century has a formulated an important theory about the equality. 19ാം നൂറ്റാണ്ടിലെ പ്രമുഖ ചിന്തകൻ മാർക്സിസ്റ്റ് സ്ഥാപനത്തിലെ ഒരാളായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മാർക്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇദ്ദേഹമാണ് ഒരു സിദ്ധാന്തത്തെ രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാർക്സ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ് റിജക്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് ദ നാച്ചുറൽ ഇക്വാലിറ്റീസ്. മാർക്സും അദ്ദേഹത്തിന്റെ പിൻഗാമികളും സ്വാഭാവിക സമത്വം എന്ന സങ്കല്പത്തെ എതിർക്കുകയാണ് ചെയ്തിരുന്നത്. He argued that the private property and the private ownership of the economic resources such as oil, land, forest are the causes of inequalities. സ്വകാര്യ സ്വത്തുകൾ, പ്രധാന സാമ്പത്തിക വിഭാഗങ്ങളായിട്ടുള്ള എണ്ണ, ഭൂമി, വനങ്ങൾ എന്നിവയുടെ എല്ലാം തന്നെയും ഉടമസ്ഥ അവകാശമാണ് അസമത്വത്തിന് മൂല്യ കാരണമെന്നാണ് മാർക്സ് വിശദീകരിച്ചിരുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ മാർക്സ് ഓൾ ഇൻഇക്വാലിറ്റീസ് ആർ ദ ക്രിയേഷൻസ് ഓഫ് ഹിസ്റ്ററി.
മാർക്സിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ എല്ലാ തരത്തിലുമുള്ള അസമത്വങ്ങൾക്ക് ചരിത്രപരമായിട്ട് സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴ് ദ മാർക്സിസ്റ്റ് ആൻഡ് ദ സോഷ്യലിസ്റ്റ് ബിലീവ് ദ എക്കണോമിക് ഇൻഇക്വാളിറ്റി ഈസ് ദ കോസസ് ഫോർ ദി എമർജൻസ് ഓഫ് ദ സോഷ്യൽ ഇൻഇക്വാളിറ്റി. സാമ്പത്തിക അസമത്വങ്ങൾ നോക്കിക്കഴിഞ്ഞാലും സാമൂഹിക അസമത്വങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായമായിട്ടുള്ള മാർക്സിസ്റ്റുകളുടെയും സോഷ്യലിസ്റ്റുകളും എന്ന് കരുതുന്നു. So in order to eliminate inequalities, it is not sufficient to the private equality and private equal opportunities. അതിനാൽ അസമത്വങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ തുല്യ അവസരങ്ങൾ നൽകിയാൽ മാത്രം കാര്യമില്ല എന്നതാണ് ഇവര് വാദിക്കുന്നത്. The equality can be ensured only if private property and the economic resources are put under the public control. സ്വകാര്യ സ്വത്തുക്കൾ, അവശ്യ വിഭവങ്ങൾ എന്നിവയെല്ലാം തന്നെ നമ്മുടെ പൊതു നിയന്ത്രണങ്ങളിൽ കൊണ്ടുവരികയും സമത്വത്തെ ഉറപ്പുവരുത്താൻ എന്നാൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ എന്നാണ് അവര് വാദിക്കുന്നത്. At the next point എന്ന് വെച്ച് കഴിഞ്ഞാൽ the Marxists argue that there can be the equality only in the communist the society where there is no class distinction. എല്ലാ വർഗ വ്യത്യാസങ്ങളും ഇല്ലാതാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ മാത്രമേ നമ്മുടെ ജനങ്ങൾക്കിടയിൽ സമത്വം ഉണ്ടായിരിക്കൂ എന്നാണ് മാർക്സിസ്റ്റുകൾ വാദിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ബാക്കിയുള്ളത് എന്താണ് 13ാമത്തെ ചാപ്റ്ററിൽ കുറേയും കൂടെ ഒക്കെ പറയാനുണ്ട്. നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പകുതിക്ക് നിർത്തിയിരിക്കുകയാണ്. അതെല്ലാം തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോഴേ ഞാൻ ഇന്ന് 13ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതിയൊക്കെ പറഞ്ഞ് നിർത്തിക്കൊണ്ട് ഞാൻ അടുത്തുള്ള ക്ലാസ്സുകളിൽ ബാലൻസ് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ മനസ്സിലാക്കുക. വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് എത്രത്തോളം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് പഠിച്ച് മുന്നേറുക. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് നന്നായിട്ട് മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മളെപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് നോക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. പേപ്പറിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓരോ എസ്സേനും എത്ര ഹെഡിങ്ങുകൾ വരുന്നു ആ ഹെഡിങ്ങിനെയൊക്കെ വ്യക്തമായിട്ട് എഴുതുക. അതിന് വീണ്ടും വീണ്ടും നമ്മൾ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്ന കാണാപ്പാഠം പഠിക്കാതിരിക്കുക. കഴിവിൻ്റെ പരമാവധിയും ഓരോ പാരഗ്രാഫും എടുക്കുന്നതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്ന പോയിന്റുകൾ എന്തൊക്കെയാണോ അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് പോവുക. എന്നാൽ നമുക്ക് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോഴേ ഏകദേശം എല്ലാവരും കാണുന്നവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ.